ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, വിശേഷിച്ചും സലഫി പണ്ഡിതന്മാർ, ഇത്തരം ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതിനെ നമ്മൾ അവലോകനം ചെയ്യുകയാണ്. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനരായ സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ പോലും തീവ്രവാദത്തെക്കുറിച്ച് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ സാധ്യമല്ല. അങ്ങനെ ഒരു കാര്യത്തിന് ഇസ്ലാമിക പ്രമാണങ്ങൾ അവൻ അനുവാദം നൽകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ തീവ്രവാദത്തിൻ്റെ ചരിത്രം പരതുമ്പോൾ ആ തീവ്രവാദത്തിനെതിരെയുള്ള മുന്നേറ്റത്തിൻ്റെ ചരിത്രം പരതുമ്പോൾ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന് ശേഷം ഈ സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് അപകടങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ വളരെ ശക്തമായ രീതിയിൽ ഈ ഉമ്മത്തിനെ ഉണർത്തുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ. നരകത്തിലെ നായകളെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച് ആകാശത്തിന് താഴെ കൊല്ലപ്പെടുന്ന ഏറ്റവും നികൃഷ്ടമായ ജീവികളെന്ന് പ്രവാചകൻ അവരെക്കുറിച്ച് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനിടയിലേക്ക് ചില വ്യാജന്മാർ കടന്നു വരികയും തീവ്രമായി ചിന്തിക്കുന്നൊരവസ്ഥ ചില ആളുകളിലെങ്കിലും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തീവ്രമായ ചിന്തയ്ക്കെതിരെ, ചിന്തയുമായി കൊണ്ട് കടന്നു വരുന്ന ആളുകൾക്കെതിരെ അഥവാ തീവ്രവാദത്തിനെതിരെ ലോകത്ത് ആദ്യമായി കൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇല്ലാതിരുന്നിട്ട് പോലും വരാനിരിക്കുന്ന ഒരു വിപത്തിനെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുകയും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഞാനെങ്ങാനും അവരെ കണ്ടിരുന്നെങ്കിൽ ആദ് സമുദായത്തെ കൊന്നതുപോലെ ഞാൻ അവരെ കൊല്ലുമായിരുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ആദർശപരമായ പോരാട്ടത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു പ്രവാചകൻ നിർവഹിച്ചത്. അത് കഴിഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴൊക്കെ ഇവർ തലപൊക്കിയോ അപ്പോഴൊക്കെ തന്നെയും അതിനെതിരെ ശക്തമായി വൈജ്ഞാനികമായി നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ സായുധമായിക്കൊണ്ട് തന്നെയും അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം അലി ബിൻ അബി താലിബിനെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ആധുനികമായി ഈ സമൂഹത്തിൽ അതിൻ്റെ വേഷത്തിലും ഭാവത്തിലുമൊക്കെ വ്യത്യാസപ്പെടുത്തി ഇവർ പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇവരുടെ അപകടങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഖേദകരമെന്ന് പറയാം, IS-ന്റെ പ്രശ്നം ലോകത്ത് നിലവിൽ വന്നപ്പോൾ സലഫികളോടുള്ള അമിതമായ പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകൾ അതൊരു അവസരമായി കാണുകയും IS-ന്റെ ആളുകളൊക്കെ സലഫികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സലഫികളിലേക്ക് ഈ ആളുകളെ ചേർത്ത് കെട്ടാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പാശ്ചാത്യന്മാരായ ചില ആളുകളുടെ സപ്പോർട്ടോടുകൂടി അത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ശ്വാസത്തിൽ പോലും തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനുമുള്ള അനുവാദം പോലും ഇസ്ലാമിക പ്രമാണങ്ങൾ അവന് നൽകുന്നില്ല. എന്നിരിക്കെ ആ പ്രമാണങ്ങൾ അണികട തെറ്റാതെ ജീവിതത്തിൽ ആദർശമായി പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ദുരാരോപണം അതും ചില മുസ്ലിം നാമധാരികളുടെ നാവിലൂടെ പുറത്തു വന്നപ്പോൾ അത് വളരെ സങ്കടകരമാണ്. യഥാർത്ഥ വസ്തുത എന്താണ്? ഈ IS-ന്റെ ഫിത്ന ലോകത്ത് വന്ന സന്ദർഭത്തിൽ ലോകം ഒരു ത്രിശങ്കുവിൽ അല്ലെങ്കിൽ ഒരു ആശങ്കയിൽ നിന്ന കാലഘട്ടത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് സലഫി പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവർ ഇസ്ലാമാണെന്നല്ല, ഇവർ മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയാണെന്നല്ല, മുസ്ലിമീങ്ങൾ IS-ലേക്ക് പോയിക്കൊള്ളൂ എന്നല്ല ഇവർ പറഞ്ഞത്. ഇവർ പ്രവാചകൻ പഠിപ്പിച്ച നരകത്തിലെ നായകളുടെ പിൻഗാമികളാണ്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം.
2014 ഓഗസ്റ്റ് 19 ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ മൈതാനത്ത് വെച്ച്, അറഫ മൈതാനിൽ വെച്ചുകൊണ്ട്, അവിടെ കൂടിയ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ സാക്ഷിയാക്കിക്കൊണ്ട് അന്നത്തെ ഖുത്ബ നടത്തിയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? IS എന്നുള്ള ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ശത്രുക്കളാകുന്നു എന്നുള്ളത്. ലോകത്ത് മറ്റാരും പറയാത്ത, ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാലഘട്ടത്തിൽ IS എതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയത് സലഫികളായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ ചില ആളുകൾ അവർക്കെതിരെ അവരെ ഈ സമൂഹവുമായി കൊണ്ട്, സലഫി സമൂഹവുമായി കൊണ്ട് കൂട്ടിക്കെട്ടാൻ പരിശ്രമിച്ചു. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ആദർശത്തിൻ്റെ പിഴവുകളായിരിക്കാം. അതുമാത്രമല്ല, ഇന്നും സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാഹദീസ് പണ്ഡിതനും പ്രഗത്ഭനായ പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം ബിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം എഴുതിയ ഫിത്നത്തു ദാഇഷിൻ്റെ അഥവാ ഖവാരിജിൻ്റെ ISൻ്റെ ഫിത്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും പലപ്പോഴും പല ആളുകൾ കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. 75ഓളം പേജ് വരുന്ന ഈ ഗ്രന്ഥത്തിൽ ISൻ്റെ ഫിത്ന എന്താണെന്ന് കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം വളരെ കൃത്യമായി, സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിലെ ഉന്നത അംഗമാണ് അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, എല്ലാ മുസ്ലിമിനും ഈ ദീനിനോട് കടപ്പാടുണ്ട്, ഈ സമൂഹത്തോടും ഈ രാഷ്ട്രത്തോടും കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പിഴച്ച കക്ഷികളിൽ നിന്നും ചിന്താധാരയിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഓരോരുത്തരും അർപ്പിതമായിട്ടുണ്ട്, അതവർ നിർവഹിക്കേണ്ടതുണ്ട്. അഥവാ ISനെതിരെ യുദ്ധം ചെയ്യലും അവരിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കലും ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ താക്കീത് നൽകി. അതുപോലെ തന്നെ സൗദിയിലെ തന്നെ പണ്ഡിത സഭയിലെ അംഗമായിട്ടുള്ള ഷെയ്ഖ് സഅദ് ശസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ISമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, ഇത് നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. ഒരു മുസ്ലിമിനും ISനെ ഇഷ്ടപ്പെടുവാനും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും അവരിൽ അംഗമാകുവാനും അവരുമായി കൊണ്ട് സഹകരിക്കാനും പാടില്ല. അവർക്ക് നേർഭാഗം കാണിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നതാണ്. അതവർ വഴികേടിൻ്റെ വക്താക്കളാണ്. അവർ അത് ഹിദായത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കല്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അംഗമാകാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായി കണ്ട് ഇവിടെ ഫയൽ ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ. അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഇവിടെ ചില ആളുകൾ ISനെ സലഫികളിലേക്ക് ചേർത്തിക്കെട്ടാൻ വേണ്ടി കേരളത്തിൽ പോലും ഇപ്പോൾ ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു സ്വഹീഹയിൽ 3418 ഹദീസിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഈ കാര്യം കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് ബാസ്മൂൽ, അബ്ദുസ്സലാം സുഹൈമി, ഹമദ് ബിൻ ഇബ്രാഹിം ഇസ്മാഇൽ, അതുപോലെ തന്നെ ഉസാമ അൽ ഉഥൈബി, ഇങ്ങനെ ഒരുപാട് നിരവധി പണ്ഡിതന്മാർ അവിടെ വാക്കുകളിലൂടെയും ദർസുകളിലൂടെയും ഖുത്ബകളിലൂടെയും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ എത്രയെത്ര കൃതികളാണ് അവർ എഴുതിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അൽ ഖിസ്സത്തുൽ കാമില ലി ഖവാരിജ് അസ്രിന എന്ന് പറയുന്ന ഖവാരിജുകളുമാടെ രൂപഭാവത്തിൽ ഈ ISൻ്റെ ആളുകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ കൃത്യമായി ഇത്രയും വൈജ്ഞാനികമായി ഈ വിഷയം കൈകാര്യം ചെയ്ത മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വൈജ്ഞാനികമായി ഇതിൽ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ISഉം പ്രവാചകൻ പ്രവചിച്ച ഖവാരിജുകളുമായി 60ഓളം തരത്തിൽ സാമ്യപ്പെടുന്നു എന്ന് അദ്ദേഹം കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഖവാരിജ് വ സിഫാത്തുഹും എന്ന് പറയുന്ന ഗ്രന്ഥം മുഹമ്മദ് ഖൈസിൻ്റെ ഗ്രന്ഥമാണ്. ഇതിൽ ഇന്ന് പ്രവാചകൻ ഇവരെക്കുറിച്ച് നടത്തിയ കാര്യങ്ങൾ, അതിൽ ഇവരിൽ എങ്ങനെ യോജിക്കുന്നു എന്ന കാര്യം കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തബ്ദീദു കവാശിഫിൽ അനീൻ ഫീ തക്ഫീരി ലിദൗലത്തി തൗഹീദ് എന്ന് പറയുന്ന ഉസാമ ബിൻ ലാദനും അതുപോലെയുള്ള ആളുകളുമൊക്കെ തന്നെയും ISൻ്റെ വക്താക്കളായി കടന്നു വരികയും അതുപോലെ തന്നെ അൽ ഖായിദയുടെ വക്താക്കളായി കടന്നു വരികയും അവർ സൗദി ഗവൺമെൻറ്റിനെയും സലഫികളെയും ഒക്കെ തന്നെ
വളരെയധികം മോശമായ രീതിയിൽ വിമർശിക്കുകയും സലഫി അഖീദയെ വിമർശിക്കുകയും ചെയ്യപ്പോൾ അവർക്ക് മറുപടിയായി കൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണത്. അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് ബിൻ ഉമർ ബാസ്മൂലിൻ്റെ റബ്ദു സുബ്ഹാത്തി ദാഇഷ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. മുദക്കിറുത്തുർ റദ്ദി അലാ കുത്തുബി മശ്മൂഹ എന്ന് പറയുന്ന ബാസ്മൂലത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥം, അൽ മുഹ്കം വൽ മുതശാബിഹ് ഫി തക്ഫീരി വൽ ജിഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഖവാരിജുൽ അസ്ർ എന്ന് പറയുന്ന റസലാന്റെ ഗ്രന്ഥം, 2015 വർഷത്തിൽ ഈദുൽ ഫിത്റിന്റെ ഖുതുബയിൽ 10,000 മുൻനിർത്തിക്കൊണ്ട് ഷെയ്ഖ് റസലാൻ നടത്തിയ ഖുതുബയാണിത്. എന്താണതിൽ വിഷയം? ഒരു ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും മുസ്ലിമീങ്ങളെ മുന്നിൽ കിട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് എന്താണ്? സലഫി പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് ഖവാരിജിൻ്റെ ഫിത്നയും IS-ന്റെ ഫിത്നകളെ കുറിച്ചുമാണ്. അതുപോലെ ഇവിടെ ചില ആളുകൾ പറയാറുണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുമാണ് ഇവർക്ക് പ്രചോദനമെന്ന്. യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച ആശയമാണോ ഈ ഖവാരിജിൻ്റെ ആശയം പേറുന്ന ഈ ദാഇഷിൻ്റെ ആളുകൾക്കുള്ളത്? എങ്കിൽ ആ ഖവാരിജിയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം പേറിയ എത്ര ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് തീവ്രവാദികളുടെ ഗണത്തിൽപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും? ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടികൾ സലഫി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ബറാഅത്തു ദഅവത്തിൽ ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മിനൽ ഖവാരിജി ദാഇഷ് വൻ നുസ്റ അൻമുദജൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതിന് മറുപടിയാണ്. സഹോദരന്മാരെ, ചുരുക്കത്തിൽ എത്ര ഗ്രന്ഥങ്ങൾ, വൈജ്ഞാനികമായ ഫത്വകൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കം, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിൻ്റെ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ നിന്നെടുത്ത ഫത്വകൾ ക്രോഡീകരിച്ചതാണിത്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ സലഫി പണ്ഡിതന്മാരും സലഫി ഉലമാക്കളും നടത്തിയ കഠിനമായ പരിശ്രമത്തിൻ്റെ ത്യാഗോജ്വലമായ ഏടുകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് കാണുന്നത്. തഹദീറു ശബാബ് മിൻ ഫിത്നത്തിൽ ഖുറൂജ് വൽ മുലാഹറാത്ത് വൽ ഇർഹാബ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം. ഇങ്ങനെ വേറെയും ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഹുറുമത്തുദ്ദിമ ഫിൽ ഇസ്ലാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യായമായിക്കൊണ്ട് രക്തം ചിന്താൻ പാടില്ല എന്ന് പറയുന്ന ഗ്രന്ഥം. ഇബ്നു ലാദൻ ഉസാമ ഫി മീസാൻ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് അത്തീഫിൻ്റെ ഗ്രന്ഥം. അർ-റദ്ദു അലാ കിതാബുൽ മഖ്ദസി എന്ന് പറയുന്ന ഗ്രന്ഥം. മഖ്ദസി എന്ന് പറയുന്ന ദാഇഷിൻ്റെ അല്ലെങ്കിൽ അൽ ഖൈദയുടെ നേതാവ് സലഫികൾക്ക് മറുപടി എഴുതിയപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബാസുമുൽ എഴുതിയ ഗ്രന്ഥമാണിത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. 10-26 ഗ്രന്ഥങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റെടുത്ത് നടത്തിയ യുദ്ധപ്രഖ്യാപനം അത് മനസ്സുകൊണ്ടും ആദർശം കൊണ്ടും ശരീരം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഏറ്റെടുത്ത് നടത്തുന്നവരാണ് സലഫി സ്ഥാനത്തിൽപ്പെട്ട വ്യക്തികളും പണ്ഡിതന്മാരും. അവർ കൃത്യമായി ഇതിൻ്റെ ആദ്യ നാൾക്ക് മുതൽക്കു തന്നെ ഇതിനെ കൃത്യമായി കൊണ്ട് എതിർക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും രാഷ്ട്രീയമായി നേരിടേണ്ടത് രാഷ്ട്രീയമായും സൈനികമായി നേരിടേണ്ടടുത്ത് സൈനികമായും വൈജ്ഞാനികമായി നേരിടേണ്ടടുത്ത് വൈജ്ഞാനികമായും നേരിട്ട ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സലഫികൾക്ക് പറയുന്നത്. കേരളത്തിലും ഉള്ള അത് നമ്മൾ കണ്ടു. ഡോക്യുമെൻ്ററികളായിട്ടും അതുപോലെ തന്നെ ലഘുലേഖകളായിട്ടും ഗ്രന്ഥങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും ടോക്ക് ഷോകളായിക്കൊണ്ടും റേഡിയോ പ്രോഗ്രാമുകളായും എത്ര പ്രോഗ്രാമുകളാണ് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇതൊരു പുകമറയാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്തുവാനുള്ള, മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ചാപ്പക്കുത്തുവാനുള്ള ഒരു ഗൂഢമായ പരിശ്രമം. അത് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അത് തങ്ങളുടെ സംഘടനാ സങ്കുചിതങ്ങൾക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സലഫികൾ അതിന് കുരുതി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, വ്യക്തമായ പോരാട്ടങ്ങൾ ഇന്നും ഈ നിമിഷവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ജിഹാദിൻ്റെ ഭാഗമാണ് എന്നുകൂടി മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംസാരം കേൾക്കുന്നതിൻ്റെ മുമ്പ് IS-നെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിപ്പോൾ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ആഗോളാടിസ്ഥാനത്തിലും കേരളത്തിലും സലഫികൾ എക്കാലത്തും തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് എതിര് നിന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിവിടെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി എഴുതിയ IS-ന്റെ മതം എന്ന പുസ്തകം 114 പേജുകളിലായി 14 അധ്യായങ്ങളിലായി വളരെ വിശദമായി IS-ന്റെ അടിത്തറകളെക്കുറിച്ച്, ആശയ അടിത്തറകളെക്കുറിച്ച്, അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അവരോട് മുസ്ലിം ലോകം സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച്, കേരളത്തിലെ സലഫികൾ അവർക്കെതിരെ നടത്തിയ പ്രബോധന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഈ ഒരു പുസ്തകം തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കണം, വായിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.